ഇപ്പോൾ കഥാസാഗരം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബോണി ജെ ബേസിൽ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഞാൻ ബോണിയാണ്. കഥാസാഗരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എവരെയും സ്വാഗതം ചെയ്യുന്നു. കഥാസാഗരത്തിൽ ഞാൻ പുതിയൊരു കഥയുമായി എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പരിപാടി പരിചയമില്ലാത്തവർക്ക് വേണ്ടി പറയുകയാണ്. കഥാസാഗരം കഥകളുടെ പരിപാടിയാണ്. ഓരോ എപ്പിസോഡിലും ഓരോ കഥ കേൾക്കാം. നാടോടി കഥകളും മുത്തച്ഛി കഥകളും ഇതിഹാസ കഥകളും പുരാണ കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഇതിലൂടെ കടന്നു വരും. പിന്നെ അതിനോടനുബന്ധിച്ച് കുറച്ച് വർത്തമാനവും ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? വൈകണ്ട അല്ലേ? കഥ കേൾക്കാൻ എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുകയായിരിക്കും. നമുക്ക് കഥയിലോട്ട് കടക്കാം. അപ്പോൾ ഇതൊരു നാടോടി കഥയാണ്. ലോറൽ മരത്തിൻ്റെ ഇലകൾ എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ നിന്ന് എടുത്ത ഒരു നാടോടിക്കഥ, ചെറിയൊരു നാടോടിക്കഥ. അപ്പോൾ കഥ ഇങ്ങനെയാണ്. അതായത് പണ്ട് വളരെ വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു കഥയാണ്. അന്ന് എല്ലാ ജന്തുക്കൾക്കും മരങ്ങൾക്കും സംസാരിക്കാൻ കഴിയുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു കൃഷിക്കാരൻ കാട്ടിലൂടെ നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഒരു വലിയ മരം കടപുഴകി വീണ് കിടക്കുന്നത് കണ്ടു. തലേന്ന് ചിലപ്പോൾ അവിടെ ഒരു പേമാരിയും കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. എന്തായാലും അതിൻ്റെ ഫലമായിട്ട് ഒരു വലിയ മരം കടപുഴകി വീണ് കിടക്കുകയാണ്. ആ മരത്തിൻ്റെ തടിച്ചൊരു കൊമ്പിനിടയിൽ ഒരു പാമ്പും കുടുങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. പാമ്പിന് ഇഴഞ്ഞ് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു. അത് പേടിച്ച് നിലവിളിക്കുകയും കിടന്ന് പുളയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അതുവഴി കൃഷിക്കാരൻ വരുന്നത്. കൃഷിക്കാരനെ കണ്ട ഉടനെ പാമ്പ് പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ പുറത്ത് കടക്കാൻ സഹായിച്ചാലും, അങ്ങനെ ചെയ്താൽ ഞാൻ എന്നും നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും. പാമ്പിനോട് ദയ തോന്നിയ കൃഷിക്കാരൻ മരക്കൊമ്പ് ഉയർത്തി പാമ്പിനെ രക്ഷിച്ചു. ഒരു വിഷപ്പാമ്പായിരുന്നു അത്. പുറത്തിറങ്ങിയ ഉടനെ അത് കൃഷിക്കാരൻ്റെ തോളിൽ കയറി പറഞ്ഞു, ഞാൻ നിന്നെ ഇപ്പോൾ കൊത്തും. ഞെട്ടിപ്പോയി കൃഷിക്കാരൻ. കണ്ടില്ലേ പാമ്പിൻ്റെ ഒരു നന്ദി. അയാൾ ഒട്ടും ഇത് പ്രതീക്ഷിച്ചില്ല. കൃഷിക്കാരൻ പറഞ്ഞു, നിനക്ക് നാണമില്ലേ വിഷപ്പാമ്പേ? നിന്നെ ഞാൻ മരണത്തിൽ നിന്ന് രക്ഷിച്ചു, എന്നിട്ട് നിനക്കെന്നെ കൊല്ലണമല്ലേ? പക്ഷേ പാമ്പ് വീണ്ടും കൃഷിക്കാരനെ കൊത്തിക്കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. കൃഷിക്കാരൻ പറഞ്ഞു, അങ്ങനെ ചെയ്യരുത്. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിന്നെ സഹായിക്കുകയല്ലേ ഞാൻ ചെയ്തത്. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ന്യായാധിപൻ്റെ അടുത്തേക്ക് പോകാം, അദ്ദേഹം തീരുമാനിക്കട്ടെ. അപ്പോൾ ഒരു ചോദ്യം വരുന്നു, ആരായിരിക്കണം ന്യായാധിപൻ? അങ്ങനെ ഒരു ചോദ്യം വരുന്നു. അതിന് കൃഷിക്കാരൻ പറഞ്ഞു, ആദ്യം കാണുന്ന ആളെ നമുക്ക് ന്യായാധിപനാക്കാം. പാമ്പ് സമ്മതിച്ചു. അവർ കാട്ടിലൂടെ നടക്കുമ്പോൾ ആദ്യം കണ്ടത് ആരെയാണെന്നോ? ഒരു കുറുക്കനെ. കൃഷിക്കാരൻ കുറുക്കനോട് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. എന്നിട്ട് കുറുക്കനോട് ഈ പ്രശ്നത്തിന് ന്യായാധിപനായി തീരുവാൻ പറഞ്ഞു. കുറുക്കൻ അത് സമ്മതിച്ചു. ഓക്കെ, ശരി, ഞാൻ നിങ്ങളുടെ ന്യായാധിപനാകാം. പക്ഷേ എനിക്ക് വെറുതെ അങ്ങ് തീർപ്പ് കൽപ്പിക്കാൻ സാധ്യമല്ല. ആദ്യം ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്ക് കാണണം. നിങ്ങളുടെ പ്രശ്നം തുടങ്ങിയ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. അവിടെ ചെന്ന ശേഷം ഞാൻ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കാം. പ്രശ്നം നടന്ന സ്ഥലത്ത് അവരെത്തി. ഒരു കാര്യം ചെയ്യ്, വഴക്കിന് മുമ്പ് എവിടെ നിങ്ങൾ നിന്നുവോ അവിടെ പോയി നിൽക്കുവിൻ, കുറുക്കൻ പറഞ്ഞു. കൃഷിക്കാരൻ മരക്കൊമ്പ് കുറച്ച് ഉയർത്തി. പാമ്പ് പഴയ സ്ഥലത്ത് വന്ന് കിടന്നു. കൃഷിക്കാരൻ മരക്കൊമ്പ് താഴെയിട്ടു. പാമ്പ് വീണ്ടും അതിനടിയിലായി. അപ്പോൾ കുറുക്കൻ പാമ്പിനോട് പറഞ്ഞു, ഇപ്പോൾ പൂർവ്വസ്ഥിതിയിലായില്ലേ? ഇനി ഇഷ്ടം പോലെ തനിച്ച് പുറത്തിറങ്ങിക്കോ. ഇതാണ് പാമ്പിന്റെ കാര്യത്തിൽ എൻ്റെ തീർപ്പ്. കൃഷിക്കാരന് കുറുക്കന്റെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു. പാമ്പിന് അപ്പോഴാണ് അക്കിടി മനസ്സിലായത്. താൻ പെട്ടു. കൃഷിക്കാരൻ സന്തോഷവാനായി. താൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ കുറുക്കന്റെ ഇടപെടലില്ലായിരുന്നെങ്കിൽ താനിപ്പോൾ മരണപ്പെട്ടേനെ. കൃഷിക്കാരന് കുറുക്കന്റെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടു. സത്യസന്ധമായും ന്യായമായും തീർപ്പ് കൽപ്പിച്ചതിന് കുറുക്കനോട് കൃഷിക്കാരൻ നന്ദി പറഞ്ഞു. അപ്പോൾ കുറുക്കൻ പറഞ്ഞു, വെറുതെ നന്ദി പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ഞാൻ പെട്ട ഈ പാടിന് എനിക്കൊരു ചാക്ക് നന്മ തരണം. അപ്പോൾ കൃഷിക്കാരൻ ചോദിച്ചു,
പക്ഷെ നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു കരാറുണ്ടായിരുന്നില്ലല്ലോ. കുറുക്കൻ വീണ്ടും പറഞ്ഞു. ഞാൻ പെട്ട പാടിന് എനിക്ക് നന്മ കിട്ടിയേ പറ്റൂ. കൃഷിക്കാരൻ കുറുക്കനെ ഒരു പാഠം പഠിപ്പിക്കുവാൻ തന്നെ തീരുമാനിച്ചു. എന്നിട്ട് കുറുക്കനോട് പറഞ്ഞു, എന്നാ ശരി, എൻ്റെ കൂടെ വാ, ഞാൻ നിനക്കൊരു ചാക്ക് നന്മ തരാം. ഇത് പറഞ്ഞിട്ട് അയാൾ വീട്ടിൽ വന്ന് തൻ്റെ പട്ടികളെ ഒരു ചാക്കിൽ കെട്ടി കുറുക്കനെ ഏൽപ്പിച്ചു. കൃഷിക്കാരൻ മഹാമനസ്കനാണെന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് കുറുക്കൻ ചാക്കും വാങ്ങി നടന്നു. ചാക്കിന് നല്ല കരമുണ്ടല്ലോ, കുറുക്കൻ ചിന്തിച്ചു. ചാക്കിനകത്ത് എന്താണെന്നറിയുവാൻ അവന് ധൃതിയായി. കുറുക്കൻ വഴിയുടെ ഒഴിഞ്ഞ കോണിലെത്തി ചാക്കിൻ്റെ കെട്ടഴിച്ചു. അതിനുള്ളിൽ നിന്ന് പട്ടികൾ എടുത്ത് ഒറ്റ ചാട്ടം. പട്ടികൾ അവനെ കടിച്ച് മാന്തുകയും രോമം കടിച്ച് പറിക്കുകയും ചെയ്തു. വളരെ പാടുപെട്ട് കുറുക്കൻ അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടി രക്ഷപ്പെട്ടു. ഇത്രയുമാണ് കഥ. അപ്പോൾ കഥ അവസാനിക്കുന്നു. ഇപ്പോൾ കഥ കേട്ടല്ലോ എല്ലാവരും. ഒരു കുറുക്കൻ്റെ ബുദ്ധി ഒരു കൃഷിക്കാരനെ രക്ഷിക്കുകയാണ്. പക്ഷെ അവസാനം കുറുക്കൻ കൃഷിക്കാരൻ്റെ ബുദ്ധിക്ക് ഇരയാവുകയാണ്. ജീവിതം എപ്പോഴും ഇങ്ങനെയാണ്. നമ്മളെ ഇങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും അല്ലേ, ഓരോ സംഭവങ്ങളും. അപ്രതീക്ഷിതമായി പല ആപത്തുകളും നമ്മുടെ മുന്നിലേക്ക് വരും. അതിനെ ഒരു മനസ്സാന്നിധ്യം കൈവിടാതെ നേരിടുക അല്ലേ. സഹായം ചോദിക്കേണ്ട സമയത്ത് സഹായം ചോദിക്കുക, മറ്റുള്ളവരുടെ സഹായം ചോദിക്കുക. ചിലപ്പോൾ അതായിരിക്കും രക്ഷപ്പെടാനുള്ളൊരു പോംവഴി അല്ലേ. ഇവിടെ കുറുക്കൻ സഹായിക്കുകയാണ്. അവസാനം കുറുക്കൻ കൃഷിക്കാരൻ്റെ ബുദ്ധിക്ക് മുന്നിൽ തോറ്റുപോകുന്നുണ്ട്. അത് വേറെ സംഭവം. നമ്മളൊരു ആപത്ത് ഘട്ടം വരുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെടുത്താൻ സാധിച്ചെന്ന് വരില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അല്ലേ ഇപ്പോൾ ബോബി ചെമ്മന്നൂർ എന്ന് പറഞ്ഞ അല്ലേ ഒരു മനുഷ്യൻ ഒരു ഭയങ്കരമായ ഒരു ഇടപെടൽ നടത്തിയിരിക്കുകയാണ്. വല്ലാത്തൊരു ആത്മവിശ്വാസം. അപ്പോൾ ഒരു മലയാളി അബ്ദുൾ റഹീം ഗൾഫിൽ ജയിലിലാണ്. അവിടുത്തെ നീതിന്യായം അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടം. രക്ഷപ്പെടണമെങ്കിൽ 34 കോടി രൂപ ആവശ്യമാണ്. അതായത് ഈ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി. അപ്പോൾ രക്ഷയില്ല. ഇത്രയും രൂപ ആര് കളക്ട് ചെയ്യാനാണ്, ശേഖരിക്കാനാണ്, അല്ലെങ്കിൽ ആര് നൽകും? ഇങ്ങനെയൊക്കെയുള്ളൊരു ചോദ്യം ഉയരുന്ന സമയത്ത് ഒരു രക്ഷകനെ പോലെ ഈ ബോബി ചെമ്മന്നൂർ രംഗത്തെത്തുകയാണ്. യാചക യാത്ര എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു യാത്ര സംഘടിപ്പിക്കുകയും വളരെ പെട്ടെന്ന് ഈ തുക ശേഖരിക്കുകയും ചെയ്തു. ഒത്തിരി പേര് സംഭാവന ചെയ്തു ആ യാത്രയിൽ. എന്തായാലും ആ രൂപ ശേഖരിക്കാൻ കഴിഞ്ഞു. നമുക്ക് ഈ പറയുന്ന അബ്ദുൾ റഹീം ഉടൻ മോചിതനാകുമെന്ന് പ്രതീക്ഷിക്കാം. ജീവിതത്തിൻ്റെ നാനാതുറയിലുള്ള ജനവിഭാഗവും സംഭാവനയായിട്ട് മുന്നോട്ട് വന്നു. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള ജനങ്ങൾ, കേരളം ഒന്നാകെ. അപ്പോൾ ഇതിന് ബ്ലഡ് മണി എന്ന് പറയും. ഒരു ഭിന്നശേഷിക്കാരനായ ഒരു 15 വയസ്സുകാരൻ ഒരു പിശകുകൊണ്ട്, റഹീമിൻ്റെ ഒരു പിശകുകൊണ്ട് മരിക്കാനിടയായി. 2006 നടന്നൊരു സംഭവമാണ്. അവിടുത്തെ നിയമങ്ങൾ അങ്ങനെയാണ്, അത്രയ്ക്ക് അങ്ങോട്ട് മാനുഷികമല്ല. എന്തായാലും അദ്ദേഹം അന്ന് മുതൽ ജയിലിൽ കിടക്കുകയാണ്. ഒരായുസിൽ അല്ലേ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. നമ്മൾ പറയുന്നത് അതാണല്ലേ, നിയമങ്ങൾ കാലത്തിനനുസരിച്ച് മാറണമെന്നുള്ളത്. അപ്പം വിചിത്രമായ ചില നിയമങ്ങൾ, ചട്ടക്കൂടുകൾ. എന്തായാലും അദ്ദേഹം മോചിക്കപ്പെടുമെന്ന് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം. ഗൾഫിൽ അല്ലേ നമ്മൾ മലയാളികൾ ജീവിക്കാൻ വേണ്ടി ഇങ്ങനെ പോയി ഒട്ടേറെ ത്യാഗങ്ങൾ സഹിക്കുന്നുണ്ട്. ഇതുകളൊക്കെ ഒട്ടേറെ മലയാളികൾ അവിടെ ജയിലിൽ പല കുറ്റങ്ങൾക്കായി കിടപ്പുണ്ടാകും. പലരും നിരപരാധികളായിരിക്കും. ഈ ഒരു അവസരത്തിൽ സത്യം പറഞ്ഞാൽ അങ്ങനെ ചില ചിന്തകളും കൂടെ ഉണ്ടാവണം. ഇവരെയൊക്കെ പുറത്തു കൊണ്ടുവരാനായിട്ടുള്ള, അത്രയ്ക്ക് മാനുഷികമല്ലാത്ത ഈ നിയമവ്യവസ്ഥയിൽ നിന്ന് പുറത്തു അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ടുള്ള ഒരു ചിന്ത കൂടി ഈ അവസരത്തിൽ ഉണ്ടാവണമെന്ന് തോന്നിപ്പോവുകയാണ്. നമുക്ക് ഗൾഫ് ഒട്ടേറെ ഗുണങ്ങൾ നൽകിയിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള
ഒരു ഉന്നമതി, മേൽക്കയറ്റം ഒക്കെ ഗൾഫ് ബൂം വഴി അല്ലെങ്കിൽ ഗൾഫ് പണം വഴിയൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ജീവിത നിലവാരമൊക്കെ ഉയരാൻ ഒട്ടേറെ സഹായിച്ചു. നമുക്ക് നമ്മുടെ സംസ്ഥാനം നടന്നു പോകുന്നത് തന്നെ ഏറെക്കുറെ നമ്മുടെ ഗൾഫ് മണി ഉള്ളതുകൊണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴുമൊക്കെ ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെയാണ്. പല കുടുംബങ്ങളും നല്ല സുഖ സൗകര്യങ്ങളോടുകൂടിയും അല്ലാതെയും ചിലപ്പോൾ ഒരു ശരാശരി ജീവിതമാകാം. അതുമൊക്കെ കാരണമായത് ചിലപ്പോൾ ഈ ഗൾഫിൽ നിന്ന് നമ്മുടെ സഹോദരങ്ങൾ അയച്ചു തരുന്ന പൈസ കൊണ്ടാണ്. പലപ്പോഴും നമ്മൾ ആ ഒരു കോണിലൂടെയാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. പക്ഷെ അതിനേക്കാൾ അപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. വെറും മണലായിരുന്ന ഈ മണലാരണ്യം ഇന്ന് ഈ കോൺക്രീറ്റ് സൗധങ്ങളും ഹൈ റൈസ് ബിൽഡിങ്സും സ്കൈ സ്ക്രാപ്പേഴ്സ് എന്നൊക്കെ പറഞ്ഞ ചില പദങ്ങളൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ കൊണ്ടിങ്ങനെ നിറഞ്ഞ് വെട്ടിത്തിളങ്ങുകയും അല്ലെങ്കിൽ ഒരു ആധുനിക നഗരമായിട്ടൊക്കെ മാറുന്നതിന് പിന്നിൽ നമ്മുടെയൊക്കെ വിയർപ്പും കഠിന അധ്വാനവും ഒക്കെ ഉണ്ടായിരുന്നു. മലയാളിക്ക് ലഭിച്ചതിൽ കൂടുതൽ സേവനങ്ങൾ മലയാളി ആ പ്രദേശത്തിന് നൽകിയിട്ടുണ്ട്. അതും കൂടെ ഈ അവസരത്തിൽ ഒന്ന് ഓർത്തിരിക്കുന്നത് നല്ലതായിരിക്കും. പലപ്പോഴും നമുക്ക് കിട്ടിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ ആ നേട്ടങ്ങളെക്കാളൊക്കെ ഉപരി എത്രയോ മേൽ സംഭാവനകൾ, അതിനേക്കാളൊക്കെ എത്രയോ മേലെ നിൽക്കുന്ന സംഭാവനകൾ നമ്മൾ ഗൾഫ് മേഖലയ്ക്ക് നമ്മുടെ ഭൗതികമായിട്ടായാലും നമ്മുടെ ശാരീരികമായിട്ടായാലും അല്ലേ, ശാരീരിക അധ്വാനം വഴിയായാലും ഭൗതിക അധ്വാനം വഴിയായാലും നമ്മുടെ കഠിന അധ്വാനം കൊണ്ടൊക്കെ ആണ് അതെല്ലാം ഉണ്ടായത് അല്ലേ. അതിൽ ആ വളർച്ചയിൽ നമുക്ക് ഒരു മുന്തിയ പങ്ക് നമ്മൾ നിർവഹിച്ചിട്ടുണ്ട്. അതും കൂടെ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കും. അതൊന്നും വിസ്മരിക്കാൻ പാടില്ല. പലപ്പോഴും നമുക്ക് കിട്ടിയ സൗഭാഗ്യങ്ങൾ മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നത്. കേരളത്തിന് ഒത്തിരി ഗുണം കിട്ടിയിട്ടുണ്ട് ഗൾഫ് പണം കൊണ്ട്. പക്ഷേ എത്രയോ 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 അല്ലേ ഇരട്ടി നമ്മളവിടെ നൽകിയിട്ടുണ്ട്. അതും കൂടെ ഈ അവസരത്തിൽ ഓർക്കുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ എന്തായാലും ഒരു ന്യായാധിപൻ്റെ കഥ പറഞ്ഞപ്പോൾ അല്ലേ, നമ്മുടെ കഥയിലൊരു ന്യായാധിപൻ വരുന്നുണ്ട്, കുറുക്കൻ. അദ്ദേഹത്തിൻ്റെ ന്യായവിധിയാണ് കൃഷിക്കാരനെ രക്ഷിക്കുന്നത്. അപ്പോൾ ഒരു സമൂഹത്തിന് നിലനിന്ന് പോകാൻ നല്ല ന്യായവിധികൾ ആവശ്യമാണ്. പലപ്പോഴും വിധികൾ ന്യായമല്ലെങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു തിന്മ തന്നെയാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ കഥാസാഗരം ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം, പുതിയൊരു കഥയും പുതിയ കുറച്ച് വിശേഷങ്ങളുമായിട്ട്. ഇത്ര നേരം എന്നെ ക്ഷമാപൂർവ്വം കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി അർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്, ബോണി.